ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അൺബോക്സ് ചെയ്ത് ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്യാൻ പോകുന്നത് സ്റ്റീൽ സീരീസിൻ്റെ റൈവൽ 105 എന്ന് പറയുന്ന ഒപ്റ്റിക്കൽ ഗെയിമിംഗ് മൗസാണ്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരാഴ്ചയോളം ലേ ഓവർ ഉണ്ടായി. ഏതായാലും ഇത് നമുക്കൊന്ന് സാനിറ്റൈസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾ ഏതൊരു പ്രൊഡക്റ്റും ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയാലും ഇതുപോലെ സാനിറ്റൈസ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ് ബിക്കോസ് ഇറ്റ്സ് ഫോർ യുവർ ഓൺ സേഫ്റ്റി. ഇതിൻ്റെ ഡെലിവറി എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അത്ര മികച്ച ഒരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല നമുക്ക് കിട്ടിയത്. കാരണം എനിക്ക് തോന്നുന്നത് ആമസോൺ ഇച്ചിരിയും കൂടെ ഒന്ന് കെയർഫുൾ ആവേണ്ടിയിരിക്കുന്നു. കാര്യം ഇതിൻ്റെ ഒരു ഔട്ടർ കവറിങ് നോക്കുമ്പോൾ തന്നെ ഇത് ഒരുപാട് സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു ഫീൽ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള പ്രോഡക്റ്റ് ബോക്സിനകത്തും കുറച്ച് ഡാമേജസ് ഉണ്ട്, ചുളുങ്ങിയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. ഇതാണ് നമ്മുടെ മൗസിൻ്റെ പ്രോഡക്റ്റ് ബോക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സൈഡിലൊക്കെ ചെറിയ ചുളിവുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓഫ് കോഴ്സ് അത് ആമസോണിൻ്റെ ഇറസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഈ മൗസിൻ്റെ പ്രൊഡക്റ്റ് ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. ഈ ഒരു പ്രൊഡക്റ്റ് ബോക്സ് വെൽ പാക്ഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഡെലിവറി ടൈമിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും ഇതിനകത്ത് എടുത്ത് പറയാനായിട്ടില്ല. ഓക്കെ, അപ്പം ഇത് തുറന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് ഒരു യൂസർ മാനുവൽ കം ഒരു പ്രോഡക്റ്റ് ഓവർവ്യൂ പേപ്പറാണ്. അതുകൂടാതെ അതിനകത്തുള്ളത് നമ്മുടെ മൗസ് തന്നെയാണ്. മൗസ് വീണ്ടും ഒരു കാർഡ്ബോർഡ് ബോക്സിനകത്ത് ഇട്ടാണ് വന്നേക്കുന്നത്. വാവ്, ആ ഒരു മൗസ് കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്രീമിയം ക്വാളിറ്റി, മൗസിൻ്റെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് കയ്യിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല പ്രീമിയം മൗസ് തന്നെയാണിത്. ഈ മൗസ് ഞാൻ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തു. ആ ഒരു ഇല്ലുമിനേഷൻ എഫക്റ്റ് കൂടി വന്നപ്പോഴാണ് ഈ ഒരു മൗസിൻ്റെ ഒരു പ്രീമിയംനെസ് നമുക്ക് മനസ്സിലാവുന്നത്. ക്യാമറയിൽ കൂടി ഇത് എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ ഒരു മൗസിൻ്റെ എക്സ്പെക്റ്റേഷന് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം ഈ ഒരു ബഡ്ജറ്റിലുള്ളൊരു മൗസിൽ നിന്ന് ഇത്രയും വലിയൊരു ബിൽഡ് ക്വാളിറ്റി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഹാറ്റ്സ് ഓഫ് ടു സ്റ്റീൽ സീരീസ്. ഇനീഷ്യലായിട്ട് ഈ മൗസ് എങ്ങനെ സെറ്റപ്പ് ചെയ്യണമെന്ന് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. ഈ ഒരു മൗസിൻ്റെ ഒപ്റ്റിമൽ വർക്കിങ്ങിനായിട്ട് നിങ്ങളൊരു അഡീഷണൽ ആപ്ലിക്കേഷൻ കൂടി ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്റ്റീൽ സീരീസ് എഞ്ചിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഗൂഗിളിൽ പോവുക, സ്റ്റീൽ സീരീസ് എഞ്ചിൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ സ്റ്റീൽ സീരീസിൻ്റെ വെബ്സൈറ്റ് ഫസ്റ്റ് ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കയറുക. വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം വിൻഡോസിൻ്റെ ടാബിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ ഡൗൺലോഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ. എൻ്റെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി ഈ സോഫ്റ്റ്വെയർ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പ് തന്നെയാണത്. സ്റ്റീൽ സീരീസ് എഞ്ചിൻ എന്ന ഈ ആപ്ലിക്കേഷനിലൂടെ ഈ മൗസിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എങ്ങനെ എടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ സ്റ്റീൽ സീരീസ് എഞ്ചിൻ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ എഞ്ചിനിൽ പോയിട്ട് റൈവൽ 105 എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അപ്പം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ബട്ടൺ 1, ബട്ടൺ 2, ബട്ടൺ 3 അങ്ങനെ 6 ബട്ടൺസ് ആണ് ഈ മൗസിൽ മൊത്തത്തിലുള്ളത്, ഇൻക്ലൂഡിങ് സ്ക്രോൾ അപ്പ് ആൻഡ് സ്ക്രോൾ ഡൗൺ ഫംഗ്ഷനാലിറ്റി. ഈ മൗസിലെ B1 ആൻഡ് B2 എന്ന് പറയുന്നത് ലെഫ്റ്റ് ക്ലിക്കും റൈറ്റ് ക്ലിക്കുമാണ്. B3 എന്ന് പറയുന്നത് സ്ക്രോൾ ബട്ടനാണ്. B4ഉം B5ഉം കംപ്ലീറ്റ്ലി കസ്റ്റമൈസബിൾ ആയിട്ടുള്ള അഡീഷണൽ ബട്ടൺസ് ആണ്. ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫംഗ്ഷൻസ് ഇതിന് അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഡീഫോൾട്ട് സെറ്റിംഗ്സിൽ B6 എന്ന് പറയുന്ന ബട്ടൺ CPI അഡ്ജസ്റ്റ്മെൻറ്റ് ബട്ടൺ ആണ്. എന്താണ് CPI? CPIയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് കൗണ്ട്സ് പെർ ഇഞ്ച് എന്നാണ്. അതായത് മോഡേൺ പോയിൻറ്റിംഗ് ഡിവൈസസിൽ നമ്മൾ കേട്ട് വരുന്ന ഒരു ടേമുണ്ട് DPI അഥവാ ഡോട്ട്സ് പെർ ഇഞ്ച്. ഇതിൻ്റെ മറ്റൊരു ടെർമിനോളജിയാണ് CPI അഥവാ കൗണ്ട്സ് പെർ ഇഞ്ച്. ടെക്നിക്കലി DPIയും CPIയും സെയിം സംഭവം തന്നെയാണ്. പിന്നെ എന്തിനാണ് ഈ വ്യത്യസ്തമായിട്ടുള്ള ടെർമിനോളജീസ് എന്ന് വെച്ചാൽ ഓരോരോ ബ്രാൻഡിനും ഓരോരോ പോളിസീസ് അല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഈ ഒരു മൗസിൽ ഒരേ സമയം 2 CPI പ്രീസെറ്റുകളാണ് അപ്ലൈ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുക. അത് ഈ മൗസിൻ്റെ ഒരു പോരായ്മയാണ്. അപ് ടു 4000 വരെയാണ് CPI അഡ്ജസ്റ്റ്മെൻറ്റ് ഈ മൗസിൽ പോസിബിൾ ആയിട്ടുള്ളത്. ഈ മൗസിൻ്റെ ആക്സിലറേഷൻ, ഡീസെലറേഷൻ, ആംഗിൾ സ്നാപ്പിംഗ്, പോളിംഗ് റേറ്റ് എന്നീ എല്ലാ മൂവ്മെൻറ്റ് സെറ്റിങ്സും മാനുവലായിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ചുരുക്കം പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ സ്പോർട്സ് പ്ലെയറിന് വേണ്ട എല്ലാ തരത്തിലുള്ള മാനുവൽ സെറ്റിംഗ്സും ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായി ഈ മൗസിൻ്റെ RGB ഇല്ലുമിനേഷൻ മോഡ്സിനെ പറ്റിയും അതിൻ്റെ സെറ്റിംഗ്സിനെ പറ്റിയും നമുക്ക് സംസാരിക്കാം.
RGB പ്രിസം ലൈറ്റിങ്ങോട് കൂടി വരുന്ന ഈ മൗസിൻ്റെ കളറ് കസ്റ്റമായിട്ട് നമുക്ക് കളർ വീൽസ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ കളർ കോഡ് ടൈപ്പ് ഡൗൺ ചെയ്തോ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മൗസിൻ്റെ കളർ സെറ്റിങ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇല്ലുമിനേഷൻ മോഡ്സിൽ ഈ മൗസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് മോഡ് എന്ന് പറയുന്നത് സ്റ്റഡി മോഡാണ്. സ്റ്റഡി മോഡിൽ നമുക്ക് ആവശ്യമുള്ള കളർ വീൽ യൂസ് ചെയ്ത് സെറ്റ് ചെയ്യുകയോ RGB കോഡ് യൂസ് ചെയ്ത് ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്യുകയോ ചെയ്യാം. സ്റ്റഡി മോഡിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന കളേഴ്സ് സ്റ്റാറ്റിക് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. അടുത്തതെന്ന് പറയുന്ന കളർ ഷിഫ്റ്റ് മോഡാണ്. കളർ ഷിഫ്റ്റ് മോഡിൽ റാൻഡം ആയിട്ടുള്ള കളേഴ്സ് നമ്മുടെ മൗസിൽ ഡിസ്പ്ലേ ആയിക്കൊണ്ടിരിക്കും. ഈ കളേഴ്സിനെ മാനുവലായിട്ട് ഏതൊക്കെ കളേഴ്സ് ഡിസ്പ്ലേ ചെയ്യണം ഏതൊക്കെ ചെയ്യേണ്ട എന്നുള്ളതും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഈ 2 ഓപ്ഷൻസ് കൂടാതെ സിംഗിൾ കളർ ബ്രീത്ത്, മൾട്ടി കളർ ബ്രീത്ത് എന്നീ 2 ബ്രീത്തിങ് മോഡിലുള്ള കളർ ഷിഫ്റ്റും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഫാൻസി ലൈറ്റിംഗ് ആഗ്രഹിക്കാത്ത ആൾക്കാർക്ക് ഇലുമിനേഷൻ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു ആപ്ലിക്കേഷൻ നൽകുന്നുണ്ട്. 2 ദിവസത്തെ ഉപയോഗത്തിൽ നിന്ന് ഈ മൗസിനെ കുറിച്ച് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഒരു മൗസിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 1500 റുപ്പീസാണ്. 1500 രൂപയ്ക്കാണ് ഞാനിത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. ഈ ഒരു സെഗ്മെൻറ്റിലെ മൗസുകളിനേക്കാളും എന്തുകൊണ്ട് ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു മൗസാണ് ഈ SteelSeries Rival 105 എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ ഒപ്റ്റിക്കൽ ഗെയിമിംഗ് സെൻസർ ഹൈ ക്വാളിറ്റി സെൻസറാണ്. മികച്ച ട്രാക്കിങ്ങോട് കൂടി വരുന്ന സെൻസറാണ് ഇതിൻ്റെ സെൻസർ എന്ന് പറയുന്നത്. വളരെ നല്ല ഒരു ഇൻ ഹാൻഡ് ഫീലാണ് ഈ മൗസ് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ ഇത് കോമ്പാക്റ്റബിളും ലൈറ്റ് വെയ്റ്റുമായിട്ടുള്ള മൗസാണ്. കോമ്പറ്റീറ്റീവ് പ്ലേയേഴ്സിനൊക്കെ വളരെ അത്യാവശ്യമുള്ള ഫീച്ചർ തന്നെയാണത്. ഈ ഒരു മൗസ് കോമ്പീറ്റ് ചെയ്യുന്നത് ലോജിടെക്കിൻ്റെ G102 ലൈറ്റ് സിങ്ക് എന്ന് പറയുന്ന മോഡലുമായിട്ടും അതുപോലെ തന്നെ റൈസറിൻ്റെ ഡെത്ത് ആർഡർ എസെൻഷ്യൽ എന്ന് പറയുന്ന മോഡലുമായിട്ടുമാണ്. എൻ്റെ 2 ദിവസത്തെ ഉപയോഗത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇത് ഒരിക്കലും 1500 റേഞ്ചിൽ കോമ്പീറ്റ് ചെയ്യേണ്ട ഒരു മൗസേ അല്ല. കാരണം ഇതിൻ്റെ ഡയറക്റ്റ് കോമ്പറ്റീഷൻ വരേണ്ടത് ലോജിടെക് G402 സീരീസിലുള്ള മൗസുകളുമായിട്ടാണ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു മൗസ് ഞാനൊരു സ്പോർട്സ് പ്ലെയറിൻ്റെ കയ്യിൽ കൊടുത്തു. G402മായിട്ട് കമ്പാരിസൺ ചെയ്ത് നോക്കിയ സമയത്ത് സെൻസർ ട്രാക്കിങ്ങിലും അതുപോലെ തന്നെ ഇൻ ഹാൻഡ് ഫീൽഡിലും ഈ മൗസ് G402നെ ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതൊരു ഫസ്റ്റ് ഇംപ്രഷനാണ്. ഈ മൗസ് യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ ഇതിൻ്റെ റിവ്യൂ ആയിട്ട് എൻ്റെ ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കാനായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വേറൊരു ദിവസം കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.